എല്ലാവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത് അമ്മ മറിയം എന്ന ബുക്കാണ്. അമ്മ മറിയം എന്ന ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് വിനായക് നിർമ്മലാണ്. വിനായക് നിർമ്മലിൻ്റെ അതിമനോഹരമായ മരിയൻ ഓർമ്മകളും മരിയൻ ചിന്തകളുമാണ് അമ്മ മറിയം എന്ന പുസ്തകത്തിൽ അദ്ദേഹം രചിച്ചു വച്ചിട്ടുള്ളത്. വർത്തമാനകാല സ്ത്രീ ജീവിതത്തിൽ പരിശുദ്ധ മറിയത്തിനുള്ള സാധ്യതകളെ അതിമനോഹരമായി എഴുത്തുകാരൻ ഇവിടെ കുറിച്ചിട്ടിരിക്കുകയാണ്. തൻ്റെ തൂലികയിലൂടെ മരിയൻ ഓർമ്മകളും മരിയൻ ഭക്തിയും എത്രമാത്രം ആഴത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പകർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതെന്തുമാത്രം അദ്ദേഹത്തിന് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏകദേശം 3 ഭാഗങ്ങളായിട്ടാണ് എഴുത്തുകാരൻ അമ്മ മറിയം എന്ന ഈ പുസ്തകത്തെ വിവരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ തരംതിരിച്ചിരിക്കുന്നത് 3 ഭാഗങ്ങളായിട്ടാണ്. ഒന്നാമത്തെ ഭാഗം മറിയ വിചാരങ്ങളാണ്. മറിയത്തിൻ്റെ വിവിധ തരത്തിലുള്ള ആഖ്യാനങ്ങളും മറിയ വിചാരങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ മേഖലകളിലാണ് പരിശുദ്ധ മറിയം നമ്മുടെ ജീവിതവുമായി ഒത്തുനിൽക്കുന്നത് എന്നുള്ള മറിയ വിചാരങ്ങളുടെ ആദ്യത്തെ ഭാഗം. പിന്നീട് വരുന്ന മരിയ ഭക്തർ, നിരവധി മരിയ ഭക്തരുടെ ഓർമ്മപ്പെടുത്തലും അവരുടെ ജീവിതം നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്ന ആ വലിയ അനുഭവവും, മറിയത്തോട് എത്രമാത്രം അടുത്തായിരുന്നു അവരുടെ ജീവിതമെന്നുമൊക്കെയുള്ള ആ മരിയ ഭക്തരുടെ ജീവിതവും രണ്ടാം ഭാഗത്തേക്ക് എഴുത്തുകാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് വരുന്നത് 3-ാം ഭാഗം, എൻ്റെ മരിയൻ പ്രാർത്ഥനകൾ എന്ന തലക്കെട്ടോടുകൂടി എഴുത്തുകാരൻ തൻ്റെ പ്രാർത്ഥനകളായി ഈ വിചാരങ്ങളെ വായനക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്കും പ്രാർത്ഥനയിലേക്കും കൊണ്ടുതരികയാണ്. അപ്പോൾ ഈ 3 ഭാഗങ്ങളായിട്ട് പരിശുദ്ധ മറിയത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന എഴുത്തുകാരൻ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥവുമൊക്കെ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നിഴലിക്കേണ്ടത്, എപ്രകാരമാണ് അത് ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് എന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന ഈ പുസ്തകം മുഴുവൻ മറിയത്തിൻ്റെ സ്മരണകളും, അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിലും സഹോദരി എന്ന നിലയിലും ഭാര്യ എന്ന നിലയിലും പരിശുദ്ധ അമ്മ എപ്രകാരമാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഇടപെടുന്നത് എന്ന് എഴുത്തുകാരൻ വിനായക് നിർമ്മൽ അതിമനോഹരമായി കുറിച്ചു വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ ഒഴുക്കിൽ നിന്നായിരിക്കണം ഈ പുസ്തകത്തിൻ്റെ എല്ലാ വരികളും ഒഴുകിയെത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അമ്മയോടൊപ്പം എന്നുള്ള ആ ശീർഷകത്തിനുള്ളിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതും അതൊക്കെ തന്നെയാണ്. പരിശുദ്ധ അമ്മ എന്തുമാത്രം ഈ എഴുത്തുകാരനെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ അദ്ദേഹം നേരിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാതൃ സ്മരണകളുമെല്ലാം എപ്രകാരമാണ് മരിയൻ ഭക്തിയിലൂടെ അദ്ദേഹം കടന്നു പോകുന്നത് എന്ന് ആ തുടക്കത്തിൽ തന്നെ വിനായക് നിർമ്മൽ അതിമനോഹരമായി വർണ്ണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് എങ്ങനെയാണ് എഴുത്തുകാരൻ്റെ അനുഭവമെന്നും അടിസ്ഥാനമെന്നും ഒക്കെ തുടക്കം മുതലേ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ മരിയൻ സ്മരണകൾ എല്ലാം തന്നെ നമ്മുടെ അമ്മയോടുള്ള സ്നേഹവും നമ്മുടെ സഹോദരിമാരോടുള്ള സ്നേഹവും നമ്മുടെ ഭാര്യയോടുള്ള സ്നേഹവുമൊക്കെ എപ്രകാരമാണ് വളർത്തേണ്ടതെന്നും എപ്രകാരമാണ് വളരേണ്ടതെന്നും എഴുത്തുകാരൻ മനോഹരമായി കുറിച്ചു വച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു വാക്യമുണ്ട്. വാക്കുകൾ കൊണ്ടല്ല, ജീവിതം കൊണ്ടാണ് അവർ പലപ്പോഴും സംസാരിക്കുന്നത് എന്ന്. നമ്മുടെ അമ്മമാരുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ സഹോദരിമാരുടെ ഭാര്യമാരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ മാതൃഭാവം. മറിയത്തിൽ എന്ന പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ മാതൃഭാവമുണ്ട് എന്ന് എഴുത്തുകാരൻ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും വാക്കുകളല്ല, ജീവിതമാണ് നമ്മെ സ്നേഹം കൊണ്ട് അടയാളപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ജീവിതമാണ് വാക്കുകളെക്കാളും ഉപരി നിൽക്കുന്നത്. കാലിത്തൊഴുത്തും കാനായും കാൽവരിയും എല്ലാം ഓർമ്മിപ്പിക്കുന്നത് ഈ ജീവിത സാക്ഷ്യമാണ്. എപ്രകാരമാണ് ജീവിതം ഏറ്റവും കൂടുതലായി അടയാളപ്പെടുത്തുന്നത് എന്ന്, വാക്കുകൾക്കും അപ്പുറം എങ്ങനെയാണ് ജീവിതം നിൽക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് ഉദാഹരണമെന്ന പോലെ എഴുത്തുകാരൻ 2 ഓർമ്മകൾ നമുക്ക് മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അത് സുവിശേഷത്തിൽ നിന്നാണ്. ഒന്ന്, ജോസഫുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലും എപ്രകാരമാണ് പരിശുദ്ധ അമ്മ ജോസഫിന് ബലം നൽകിയത് എന്ന്. ഒരു പുത്രൻ ജനിക്കുമെന്നുള്ള ആ സദ്വാർത്തയുമെല്ലാം ജോസഫിനെ തളർത്തുമ്പോൾ എങ്ങനെയാണ് ബലപ്പെടുത്തുന്നത് എന്ന് അമ്മ നമുക്ക് മുമ്പിൽ ഒരു മാതൃകയെ തന്നെ നിൽക്കുകയാണ്. എപ്രകാരമാണ് ഒരു ഭാര്യ ഭർത്താവിന് താങ്ങും ശക്തിയുമായി നിൽക്കണമെന്ന് ഈ ഓർമ്മയിൽ പരിശുദ്ധ അമ്മയുടെ ഈ ഹൃദയ വിചാരത്തിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കാവുന്നതാണ്. പിന്നീട് വരുന്നത് പെന്തക്കോസ്ത. ഈ പെന്തക്കോസ്ത അനുഭവത്തിൽ
ശിഷ്യന്മാർക്ക് ഒരു സ്ത്രീ സാന്നിധ്യമായി നിന്നത് പരിശുദ്ധ അമ്മയാണ്. എപ്രകാരമാണ് ഒരു സ്ത്രീക്ക് മറ്റു പലർക്കും ശക്തിയായി സാന്നിധ്യമായി ഒക്കെ നിൽക്കാൻ സാധിക്കുന്നത് എന്ന് ഈ ഓർമ്മപ്പെടുത്തലിൽ, ഈ സംഭവത്തിൽ, ഈ പെന്തക്കോസ്തയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ അമ്മമാർ ഉള്ളിൽ എത്രയോ നിശബ്ദത പേറുന്നവരാണ്. പലപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? എഴുത്തുകാരൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈ നിശബ്ദതയെക്കുറിച്ചാണ്. മറിയം കാത്തു സൂക്ഷിച്ച ആ നിശബ്ദതയെക്കുറിച്ച്. നമ്മുടെ അമ്മമാരുടെ ഉള്ളിലും നെടുവീർപ്പുകളും സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെയുണ്ട്. അവ എപ്രകാരമാണ് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു മകന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതിലാണ് നമ്മുടെയൊക്കെ വിജയം. പരിശുദ്ധ അമ്മ ഇതിന് ഉത്തമ മാതൃകയാണ് എന്നാണ് എഴുത്തുകാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം അവളുടെ ജീവിതത്തിൽ ഉടനീളം അവൾ മൗനമാണ് അവലംബിക്കുന്നത്, നിശബ്ദതയായി തുടരുകയാണ്. ഏതൊരമ്മയ്ക്കും ഏതൊരു സ്ത്രീക്കും നോക്കി പഠിക്കാവുന്ന വിധത്തിൽ അത്രമാത്രം ശക്തമായ സ്ത്രീയായി അല്ലെങ്കിൽ സ്ത്രീഭാവങ്ങളോടെ പരിശുദ്ധ അമ്മ നമുക്ക് മുമ്പിലുണ്ട്. അവൾ സംസാരിക്കുന്നതൊക്കെ വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രമാണ്. അവർക്ക് വീഞ്ഞില്ല, മോനെ, ഈശോയുമായിട്ടുള്ള സന്ദർഭങ്ങളും സംഭാഷണങ്ങളുമെല്ലാം വളരെ ചുരുങ്ങിയ സംഭാഷണങ്ങൾ കൊണ്ട് അവൾ നിർത്തുകയാണ്. കാരണം വേണ്ട സാഹചര്യങ്ങളിൽ വേണ്ട സംഭാഷണങ്ങളിൽ മാത്രമാണ് അമ്മയുടെ വാക്കുകൾ. ഇപ്രകാരം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ചില മൗനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട ചില ഓർമ്മപ്പെടുത്തലുകൾ. ഇത് മനസ്സിലാക്കുന്നത് മകനായ ഈശോയ്ക്കാണ്. അപ്പോൾ എപ്രകാരമാണ് ഈശോയെപ്പോലെയുള്ള നല്ല മക്കളാകാൻ നമുക്ക് സാധിക്കുക എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് എഴുത്തുകാരൻ നമ്മെ ഈ മാതൃവിചാരം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മറിയത്തെ പോലെ ഈശോയെ മനസ്സിലാക്കുന്നത് പോലെ, ഈശോയ്ക്ക് മറിയത്തെ മനസ്സിലായതുപോലെ നമുക്കും നമ്മുടെ അമ്മമാരെ മനസ്സിലാക്കിയെടുക്കാം. അവരുടെ നെടുവീർപ്പുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അവരുടെ സങ്കടങ്ങളും സഹനങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമ്പോഴാണ് ഈശോയെപ്പോലെയുള്ള നല്ല മക്കളായി നാം മാറുക. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള കുറവുകളെ പരിഹരിക്കാൻ പോകുന്നവളാണ് സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മ. ഈ ഒരു ദർശനത്തിൻ്റെ ആഴം വളരെ വലിയ രീതിയിൽ തന്നെ എഴുത്തുകാരൻ ഈ ലേഖന പരമ്പരകളിലെല്ലാം തന്നെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കുറവുകളെ നികത്തുന്നത്? ഒരു സ്ത്രീക്ക് മറ്റുള്ളവരുടെ കുറവുകളെ നികത്തി ശക്തിയായി അവരുടെ ബലമായി കൂടെ നിൽക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ മാതൃക പേറിക്കൊണ്ട് എഴുത്തുകാരൻ നമ്മെ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ, വായിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബലമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട്. എപ്രകാരമാണ് നമ്മുടെ ബലക്കുറവുള്ള സമയങ്ങളിൽ, സഹനങ്ങളിൽ, ദുഃഖങ്ങളിലൊക്കെ ഈ അമ്മയെ ചേർത്തു പിടിക്കേണ്ടതെന്ന്. പലപ്പോഴും ഈ അമ്മയെ നമ്മൾ ചേർത്ത് പിടിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ബലം കുറഞ്ഞു പോകുന്നത്, പലപ്പോഴും ശക്തി കുറഞ്ഞു പോകുന്നത്. ഈ അടിത്തറയായ പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യം ബലം നൽകുന്ന, ശക്തി നൽകുന്ന കേന്ദ്രമായി നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിലും വിശ്വാസത്തിലുമെല്ലാം ഒരു മുതൽക്കൂട്ടാകുമെന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ നിന്നും ഉടലെടുക്കുന്ന എഴുത്തുകളും വിചാരങ്ങളുമാണ് ഈ ആദ്യത്തെ ഭാഗത്ത് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മറിയ വിചാരങ്ങളിലൂടെ കൃപയായി മാറിയ പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഓർമ്മയായി മാറുന്ന, നിശബ്ദയായി മാറുന്ന അമ്മയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ആദ്യ അധ്യായങ്ങളിലെല്ലാം എഴുതി വയ്ക്കുമ്പോൾ ഇതാണ് നമ്മെ ഓർമ്മപ്പെടുന്നത്. എങ്ങനെയാണ് ബലമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത് എന്ന്, എങ്ങനെയാണ് ശക്തിയായി നമ്മുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരുന്നത് എന്ന്. അമ്മ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ ചരിത്രവുമെല്ലാം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അമ്മ ഇങ്ങനെയൊക്കെ ആയിരുന്നേ മതിയാകൂ, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ചേ മതിയാകൂ, അമ്മ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചേ മതിയാകൂ എന്ന്. വിറകുന്തിയും വിഴുപ്പലക്കിയുമൊക്കെ കരിഞ്ഞു തീരുന്ന ചില കഥാപാത്രങ്ങളായി അടുക്കളയിൽ ഒതുങ്ങുന്ന ചില അമ്മമാരുണ്ട്. അപ്പോൾ ഈ അമ്മമാരുടെ ഹൃദയവിചാരങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതിലാണ് നമ്മുടെ വിജയമെന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം തുടർന്ന് വരുന്ന ഒരു ലേഖനത്തിൽ, മൂന്നാമത്തെ അധ്യായത്തിൽ അമ്മയെക്കുറിച്ച്, അമ്മ വിചാരത്തെക്കുറിച്ച് അതിമനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് വായിക്കാം. അപ്പോൾ ഗർഭം, പ്രസവം, മുലയൂട്ടൽ എന്നിവ കൊണ്ട് മാത്രമായി ഒരുവൾക്ക് അമ്മത്തം കൽപ്പിച്ചു കൊടുക്കാനാവില്ല. പ്രകാശത്തിൻ്റെ മറ്റൊരു പേരാണ് അമ്മ. സ്നേഹത്തിൻ്റെ മറുപദമാണ് അമ്മ. അതിൽ കാരുണ്യവും വാത്സല്യവും എല്ലാം അടങ്ങിയിരിക്കുന്നു.
അമ്മയുടെ ഈ വാത്സല്യ ഭാവമാണ് ഇന്ന് അമ്മ ദൈവങ്ങൾ ചൂഷണം ചെയ്യുന്നത്. ഭക്തൻ കരയുമ്പോൾ കൂടെ കരയുന്ന, അവൻ്റെ വ്രണങ്ങൾ അപാരമായ മാതൃവാത്സല്യത്താൽ നക്കിത്തുടയ്ക്കുന്ന അമ്മ. ഹോ, മക്കൾ പിന്നെ എങ്ങനെ ആ പാതാരബിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കാതിരിക്കും? വളരെ ശക്തമായ ഈ വാക്കുകൾ കൊണ്ട് എങ്ങനെ ഒരു ഭക്തനായിക്കൂടാ, അല്ലെങ്കിൽ യഥാർത്ഥ അമ്മയുടെ മാതൃവിചാരങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ അമ്മയുടെ മാതൃസ്മരണകൾ എന്താണ് എന്ന് എഴുത്തുകാരൻ ഈ കുറിപ്പിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ എപ്രകാരമാണ് ഒരമ്മയ്ക്ക് ശക്തിയായി നമ്മുടെ കൂടെ നിൽക്കാൻ സാധിക്കുന്നത് എന്ന് മറിയത്തിൻ്റെ അകമ്പടിയോടുകൂടി, മറിയത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. കാരണം എങ്ങനെയാണ് ഒരു അമ്മ അമ്മയായി മാറുന്നത്? അത് കേവലം ഗർഭം, പ്രസവം, മുലയൂട്ടൽ എന്നിവ കൊണ്ട് മാത്രമല്ല, പ്രകാശത്തിൻ്റെ മറുപദമാണ് അമ്മയെന്ന്. വാത്സല്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുണയുടെയൊക്കെ മറുപദങ്ങളാണ് അമ്മ. ആ അമ്മയെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് മാതൃകയായി സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയായി നമ്മുടെ കൂടെ നിൽക്കുന്നത്. ആ അമ്മയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം ചേർത്ത് നിർത്തേണ്ടത്. ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്ന വിധത്തിൽ മനസ്സിന് പാകം വന്ന സ്ത്രീകൾ സമൂഹത്തിൽ കുറഞ്ഞു പോകുന്നതാണ് ഇന്നത്തെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് തൻ്റെ 8-ാം അധ്യായത്തിലൂടെ, സ്വപ്നങ്ങൾക്ക് കാവലാളാകുക എന്നുള്ള അധ്യായത്തിലൂടെ എഴുത്തുകാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ക്ഷമിക്കാനും പൊറുക്കാനും പാകുന്ന വിധത്തിൽ നല്ല മനസ്സിന് ഉടമകളായ സ്ത്രീകളുടെ അഭാവം ഈ സമൂഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇപ്രകാരമുള്ള മനോഭാവം, ക്ഷമയുടെയും കരുണയുടെയും ഒക്കെ മനോഭാവം എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് മറിയത്തിൻ്റെ ഉദാഹരണത്തിലൂടെ എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വപ്നങ്ങൾക്ക് കാവലാളാകുക. ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നങ്ങൾക്ക്, അവൻ്റെ വിജയങ്ങൾക്ക് പിന്നിലൊരു സ്ത്രീയുണ്ട് എന്നുള്ള ചൊല്ലുപോലെ ഈ അധ്യായത്തിലുടനീളം നിരവധി ഉദാഹരണങ്ങളിലൂടെ എങ്ങനെയാണ് ഒരു സ്ത്രീ പുരുഷന് ശക്തിയായി നിലനിൽക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷനേക്കാൾ ഉപരി പലരുടെയും സ്വപ്നങ്ങൾക്ക് സ്ത്രീക്ക് എങ്ങനെ ശക്തമായ അടിത്തറയായി കൂടെ നിൽക്കാൻ സാധിക്കുന്നത് എന്ന് അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ഈ സ്വപ്നങ്ങൾക്കൊക്കെ കൂടെ നിൽക്കാൻ ആരും കൂട്ടില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ തകർച്ചയുടെ, ദുരന്തങ്ങളുടെ, പരാജയങ്ങളുടെയൊക്കെ കാരണം. പലരും പാതി വഴിക്ക് ഉപേക്ഷിച്ച് കളഞ്ഞ നിരവധി സ്വപ്നങ്ങളുണ്ട്. ഈ ഉപേക്ഷിച്ച് കളഞ്ഞ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ മറന്നുപോയ ഈ സ്വപ്നങ്ങൾക്കൊക്കെ ചിറക് മുളയ്ക്കണമെങ്കിൽ ശക്തമായ സാന്നിധ്യമായി ഒരു അമ്മയുണ്ടാകണം, അല്ലെങ്കിൽ ഒരു മാതൃഭാവങ്ങളുണ്ടാകണം. ഈ മാതൃഭാവങ്ങളിലേക്ക്, ഈ സ്വപ്നത്തിലേക്കുള്ള നമ്മുടെ അടുപ്പമാണ് പരിശുദ്ധ അമ്മ. ആ മാതൃഭാവങ്ങളെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് വിനായക് നിർമ്മൽ അമ്മ മറിയം എന്ന ഈ പുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്ത്രീഭാവങ്ങൾ സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് പോലെ തന്നെ ചില സ്ത്രീഭാവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്ന ചില ഭാവങ്ങൾ, മാതൃഭാവങ്ങളൊക്കെ ഈ സ്വപ്നങ്ങൾക്ക് എതിരും നിൽക്കും. പരാജയങ്ങളിലേക്ക് തള്ളിവിടാൻ ഈ മാതൃഭാവങ്ങളും കൂടെ നിൽക്കും. അത് എങ്ങനെയാണ് എന്ന് 8-ാം അധ്യായത്തിൽ ഇദ്ദേഹം കുറിച്ചു വച്ചിട്ടുണ്ട്. എല്ലാ പുരുഷൻ്റെയും വിജയത്തിന് പിന്നിൽ സ്ത്രീയുണ്ട് എന്നതാണ് വയ്പ്. അത് ശരിയാണെങ്കിൽ പുരുഷന്മാരുടെ പതനത്തിനു പിന്നിലും സ്ത്രീ ഇല്ലാതെ പോവില്ല. വിവാഹത്തോടെ ഭാവി ജീവിതം തന്നെ തകർന്നു പോയ എത്രയോ പുരുഷന്മാരുടെ കണ്ണീരു വീണ മണ്ണാണിത്. അതാരും കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടാവില്ല, ദൈവമല്ലാതെ. അപ്പോൾ എങ്ങനെയാണ് സ്ത്രീഭാവങ്ങൾ, സ്ത്രീ സമൂഹം അല്ലെങ്കിൽ സ്ത്രീഭാവങ്ങൾ പുരുഷൻ്റെ ജീവിതത്തിൽ പതനമായി മാറുന്നതുമെന്നും ഒരു ഒളിയമ്പിലൂടെ എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുരുഷൻ്റെ കണ്ണീര് ആരും കുപ്പിയിൽ ശേഖരിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ, അപ്പോൾ പുരുഷൻ്റെ കണ്ണീര് കാണുന്ന ദൈവമല്ലാതെ മറ്റാരാണ് പുരുഷൻ്റെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കാൻ ഏറ്റവും ഉദാഹരണമായി നിൽക്കുന്നത് അമ്മയാണ്, പരിശുദ്ധ അമ്മയുടെ ജീവിതമാണ്. അപ്പോൾ ഓടിച്ചെല്ലേണ്ടത്, വേദനകളിലും ദുഃഖങ്ങളിലും ഓടിച്ചെല്ലേണ്ടത് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്കാണ് എന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അമ്മയേക്കാൾ വലിയൊരു കോവിലുണ്ടോ, അതിലും വലിയൊരു ദൈവമുണ്ടോ എന്നൊക്കെയാണ് കവി പാടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചാൺ കൊണ്ട് ഭൂമി അളക്കുന്നത് പോലെ, അല്ലാതെ ശ്രമിക്കുന്നത് പോലെ വിഡ്ഢിത്തമായിരിക്കും അമ്മയെ അളക്കാൻ ശ്രമിച്ചാൽ. നമുക്കൊരിക്കലും അളക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് അമ്മ എന്ന യാഥാർത്ഥ്യം, അമ്മ എന്ന സങ്കല്പം. പലപ്പോഴും ഈ അമ്മ എന്ന സങ്കല്പത്തെ, യാഥാർത്ഥ്യത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാത്തതാണ് നമ്മുടെയൊക്കെ അപജയം. എങ്ങനെയാണ് ഈ സങ്കല്പത്തെയും യാഥാർത്ഥ്യത്തെയും
മാതൃഭാവത്തെയും ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ സാധിക്കുന്നത് എന്നതിലാണ് നമ്മുടെയൊക്കെ വിജയം. പക്ഷേ ഈ അമ്മയ്ക്കും ഈ മാതൃഭാവത്തിനും പരാജയങ്ങളില്ലേ? ഇന്നത്തെ അമ്മമാർക്കും പരാജയങ്ങളില്ലേ എന്നൊരു ചോദ്യം കൂടി എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ന് ഭൂമിയിൽ നല്ല അമ്മമാർ കുറയുന്നുണ്ട് എന്നൊരു കണ്ടെത്തലും കൂടിയുണ്ട്. തെറ്റ് കണ്ടാൽ തിരുത്താൻ സാധിക്കാത്തവർ, അവരുടെ വിജയങ്ങൾ മാത്രം കൊതിക്കുന്ന അമ്മമാർ, ഇങ്ങനെയുള്ള അമ്മമാരുടെ ഒരു പ്രവണതയും അവരുടെ അംഗബലവും കൂടി വരുന്നത് കൊണ്ടായിരിക്കാം നല്ല മക്കൾ രൂപപ്പെടാത്തത്. എങ്ങനെയാണ് ഒരു നല്ല അമ്മയെ, ഒരു നല്ല മാതൃഭാവത്തിന് ഉടമയായ ഒരു സ്ത്രീയെ സമൂഹത്തിന് വാർത്തെടുക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കണമെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് മാറി നിന്നൊന്ന് പഠിച്ചാൽ മതി. പരിശുദ്ധ അമ്മയുടെ ജീവിതമാണ് ഒരു യഥാർത്ഥ മാതൃഭാവവും ഒരു യഥാർത്ഥ സ്ത്രീഭാവവും നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയിലേക്ക് പ്രിയപ്പെട്ട അമ്മമാർക്കെല്ലാം നടന്നെടുക്കാം. പ്രിയപ്പെട്ട സഹോദരിമാർക്കും പെങ്ങന്മാർക്കുമെല്ലാം ഈ അമ്മയിലേക്കുള്ള ചൂണ്ടുപലകയാകട്ടെ അവരുടെ ജീവിത വിചാരങ്ങളും മറ്റുള്ള മുൻപോട്ടുള്ള ചുവടുവയ്പ്പുകളുമെല്ലാം. അമ്മയുടെ സൗന്ദര്യമെന്നാൽ അവളുടെ സ്നേഹമാണ്. നമുക്കെല്ലാവർക്കും അമ്മയുടെ സ്നേഹവും സാമീപ്യവുമെല്ലാം അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യവും ശക്തിയും എന്തുമാത്രം ബലപ്പെട്ടതാണ് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്, അറിയുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഒരമ്മയുടെ സൗന്ദര്യം സ്നേഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്നത്? അത് നമ്മളുടെ ചില ഇടപെടലുകളിലൂടെ, നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിലെ ചില ഇടപെടലുകളിലൂടെയാണ് അമ്മ നമ്മുടെ ബലമായി മാറുന്നത്, അമ്മ നമ്മുടെ സ്നേഹവും കാരുണ്യവുമൊക്കെ ആയി മാറുന്നത്. കവി പാടുന്നത് പോലെ, അമ്മേ നിൻ്റെ സ്നേഹകുമാരൻ അഞ്ജലി അണയ്ക്കാൻ നിൻ്റെ കാരുണ്യം എനിക്ക് കടം തരുമെന്ന്. ആ കാരുണ്യത്തെയൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള, ജീവിതത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അതിൽ പേറി ബലമുള്ള മനുഷ്യരായി മാറാൻ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് ആധുനിക യുഗത്തിൽ, ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന്, അമ്മയുടെ സങ്കല്പത്തിന്, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകൾക്ക് അത്രമാത്രം പ്രാധാന്യമേറുന്നത്. ഓരോ സ്ത്രീയിലും ഒരു മറിയമുണ്ട് എന്നുള്ള ആ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഈ പുസ്തകം വിനായക് നിർമ്മൽ അവസാനിപ്പിക്കുന്നത്. ഓരോ സ്ത്രീയിലും ഒരു മറിയമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ആ സ്ത്രീയെ, ആ പരിശുദ്ധ അമ്മയുടെ ഹൃദയവിചാരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളെല്ലാം പരിശുദ്ധ അമ്മയിൽ നിന്ന് ഏറെ പഠിക്കേണ്ട, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നിന്ന് ഏറെ സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്നും കൂടി എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ, അമ്മ മറിയം എന്നുള്ള ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ബുക്ക് ഷെൽഫ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: പ്രളയകാലത്തിനു ശേഷം തെളിയുന്ന മഴവില്ല് പോലെ ജീവിത പ്രശ്നങ്ങളുടെയും ദുരിതങ്ങളുടെയും വേദനകളുടെയും മറുകരയിൽ പരിശുദ്ധ മറിയമേ, അമ്മ എന്ന മഴവില്ലിനെ ഞങ്ങൾ ദർശിക്കുന്നു. അമ്മ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും കാണുന്നുണ്ടെന്ന തിരിച്ചറിവ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അമ്മ പരിഹാരം കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുത്തരുതേ. അമ്മയെന്ന് നീട്ടി വിളിക്കുമ്പോൾ കരങ്ങൾ വിരിച്ചു പിടിച്ച് അമ്മ ഞങ്ങളുടെ അരികിലേക്ക് ഓടി വരണമേ. ആമേൻ.